നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പിതൃമോക്ഷ പുണ്യവുമായി കർക്കിടക വാവുബലി. പിതൃദോഷം അകറ്റുവാനും പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കാനുമായി ക്ഷേത്രങ്ങളിൽ നടന്ന ബലിയിടൽ ചടങ്ങുകൾ ഭക്തി നിർഭരം. ക്ഷേത്രങ്ങളിലും സ്നാനഘട്ടങ്ങളിലും ബലിയിടാനായി ആയിരങ്ങളെത്തി. കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിനടുത്ത് തെരുവുനായ ആക്രമണം. 3 പേർക്ക് കടിയേറ്റു. കുന്നംകുളം ഗുരുവായൂർ റോഡിൽ നിന്നും ഗാന്ധി ബിൽഡിംഗ് വഴി പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിയിലാണ് തെരുവുനായ്ക്കൾ വിഹരിക്കുന്നത്. നഗരസഭ സത്വര നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യം. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെ സാമൂഹ്യ മാധ്യമത്തിലൂടെ അധിക്ഷേപിച്ചുവെന്നാരോപിച്ച് അധ്യാപകനെതിരെ പോലീസിൽ പരാതി. ചാത്തന്നൂർ ഹൈസ്കൂളിലെ അധ്യാപകൻ KC വിപിനെതിരെ ഡിവൈഎഫ്ഐ കറുകപ്പുത്തൂർ മേഖലാ സെക്രട്ടറി TR കിഷോറാണ് ചാലിശ്ശേരി പോലീസിൽ പരാതി നൽകിയത്. ടാർ ചെയ്ത് 1 മാസത്തിനകം തകർന്ന റോഡിൽ കടലാസ് വഞ്ചികൾ ഇറക്കി യൂത്ത് കോൺഗ്രസിന്റെ വേറിട്ട പ്രതിഷേധം. ഒരുമനിയൂർ കുണ്ടുവക്കടവ് റോഡ് സഞ്ചാരയോഗ്യമാക്കണം എന്ന ആവശ്യം ഉന്നയിച്ച് യൂത്ത് കോൺഗ്രസ് ഒരുമനിയൂർ മണ്ഡലം കമ്മിറ്റിയാണ് വേറിട്ട പ്രതിഷേധം സംഘടിപ്പിച്ചത്. വാർത്തകൾ വിശദമായി. പിതൃമോക്ഷ പുണ്യവുമായി കർക്കിടക വാവുബലി. പിതൃദോഷം അകറ്റുവാനും പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കാനുമായി ക്ഷേത്രങ്ങളിൽ നടന്ന ബലിയിടൽ ചടങ്ങുകൾ ഭക്തി നിർഭരമായി. ക്ഷേത്രങ്ങളിലും പ്രധാന സ്നാനഘട്ടങ്ങളിലും പുലർച്ചെ മുതൽക്കേ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. തലേദിവസം വ്രതമെടുത്ത് ഈറനണിഞ്ഞ് മൺമറഞ്ഞ പിതൃക്കളെ സ്മരിച്ചാണ് ഭക്തിയാദരപൂർവ്വം ബലിയർപ്പണം നടത്തിയത്. എള്ള്, ഉണക്കലരി, വെള്ളം, ദർഭപ്പുല്ല്, പുഷ്പങ്ങൾ എന്നിവയാണ് പൂജാദ്രവ്യങ്ങൾ. പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള ദക്ഷിണായനത്തിലെ ആദ്യ അമാവാസ്യയാണ് കർക്കിടകത്തിലേത്. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ക്ഷേത്രങ്ങളിൽ വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത്. മേഖലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ നടന്ന ബലിതർപ്പണ ചടങ്ങുകളുടെ വിശദാംശങ്ങൾ ഈ വാർത്താ ബുള്ളറ്റിൻ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ മറ്റു വാർത്തകളിലേക്ക്. കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിനടുത്ത് തെരുവുനായ ആക്രമണം. 3 പേർക്ക് കടിയേറ്റു. കുന്നംകുളം ഗുരുവായൂർ റോഡിൽ നിന്ന് ഗാന്ധി ബിൽഡിംഗ് വഴി പുതിയ സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിയിലാണ് തെരുവുനായ്ക്കൾ വിഹരിക്കുന്നത്. ഗുരുവായൂർ റോഡിൽ നിന്നും പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന എളുപ്പവഴിയാണിത്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ ഈ വഴി ഉപയോഗപ്പെടുത്തുന്നത്. 10ഓളം നായ്ക്കൾ ഇവിടെ സ്ഥിരമായി തമ്പടിക്കുന്നുണ്ട്. ഇതിലൊരെണ്ണമാണ് ഇന്ന് 3 പേരെ കടിച്ചത്. ഇവർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി ചികിത്സ തേടി. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരാളെ നായ കടിച്ചിരുന്നു. തെരുവുനായ നിയന്ത്രണത്തിന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അധികാരമുള്ള സാഹചര്യത്തിൽ കുന്നംകുളം നഗരസഭ വിഷയത്തിൽ ഗൗരവപൂർണമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. ഞങ്ങൾ തണ്ണീർക്കോട് നിന്ന് വണ്ടിയുടെ യൂണിറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ കട ഞങ്ങൾക്ക് എവിടെയൊന്നും അറിയില്ല. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ബോർഡ് നോക്കിയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ആളുടെ പിൻഭാഗത്ത് വന്നിട്ട് നായ കടിച്ചു. ഇന്ന് നായനെ ചവിട്ടേ ശല്യം ചെയ്യുമെന്ന് ചെയ്തിട്ടില്ല. നായ കടിച്ചപ്പോൾ നോക്കി നോക്കുമ്പോൾ നായ ബാക്കിൽ നിന്ന് പിടിച്ചത് കാലിൻ്റെ. അപ്പോൾ വീണ്ടും നായ പിന്നെ കടിക്കാനാണ് വരില്ല. അപ്പോൾ കല്ലെടുത്തപ്പോൾ പിന്നെ നായ കൊണ്ട് ഒഴിഞ്ഞു പോയി. ഞങ്ങൾ ഇപ്പോൾ തൃശ്ശൂർ പോയി, മെഡിക്കൽ കോളേജിൽ പോയി. ഇനിയിപ്പോൾ 4 ദിവസം ഇനി എടുക്കാണ്ട്, 4 ട്രിപ്പ് എടുക്കാണ്ട്. അപ്പോൾ എന്താ പറയാനുള്ളത് വെച്ചാൽ, ഇനി ഇതുമാതിരി വേറെ പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് അറിയില്ല ഇവിടെ നായ്ക്കളുണ്ടോ എന്താ. നമ്മളിതുമാതിരി ഓരോ കാര്യങ്ങൾക്ക് വരുമ്പോൾ അങ്ങനത്തെ ശല്യങ്ങളില്ലാതിരിക്കാൻ ഇവിടുത്തെ വേണ്ടപ്പെട്ട അധികൃതർ അതിൽ ഇടപെട്ട വലിയ സന്തോഷമായിരുന്നു. നമ്മുടെ ഗാന്ധിയുടെ പരിസരം തെരുവ് നായ്ക്കളുടെ ശല്യം ഭയങ്കര രൂക്ഷമായിട്ടുണ്ട്. ഒരു 3-4 പേരൊന്ന് കടി. അപ്പം അതിന് ശക്തമായിട്ടുള്ളൊരു നടപടി എടുക്കണമെന്ന് ഈ മുനിസിപ്പാലിറ്റിയോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെ സാമൂഹിക മാധ്യമത്തിലൂടെ അധിക്ഷേപിച്ചുവെന്നാരോപിച്ച് പോലീസിൽ പരാതി. ചാത്തന്നൂർ ഹൈസ്കൂളിലെ അധ്യാപകൻ KC വിപിനെതിരെ ഡിവൈഎഫ്ഐ കറുകപ്പുത്തൂർ മേഖലാ സെക്രട്ടറി TR കിഷോറാണ് ചാലിശ്ശേരി പോലീസിൽ പരാതി നൽകിയത്. സംഭവ വിവാദമായതോടെ അധ്യാപകൻ പോസ്റ്റിൽ തിരുത്തലുകൾ വരുത്തിയെങ്കിലും പഴയ പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ടുകൾ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട്. ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപകനാണ് KC വിപിൻ. കോട്ടപ്പടി ചൂൽപ്പുറം ശ്മശാനത്തിന് സമീപം കാർ വൈദ്യുതി കാലുകളിലിടിച്ച അപകടം. കാർ ഓടിച്ചിരുന്ന ഗുരുവായൂർ സ്വദേശി 68 വയസ്സുള്ള ഗോപിയെ കുന്നംകുളം മാക്സ് പ്രവർത്തകർ ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് അപകടം. കുന്നംകുളം ഭാഗത്ത് നിന്ന് വന്നിരുന്ന കാറാണ് വൈദ്യുതി കാലുകളിലിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ വൈദ്യുതി കാൽ തകർന്നു. മേഖലയിലെ വൈദ്യുതി വിതരണം താറുമാറായി. ഗുരുവായൂർ പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു.
ഗുരുവായൂരിൽ ദർശനത്തിനെത്തിയ ഭക്തനെ തെരുവിളക്കിനായി എടുത്ത കുഴിയിൽ വീണ് പരിക്കേറ്റു. ഗുരുവായൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഫുട്പാത്തിനോട് ചേർന്ന് തെരുവിളക്ക് സ്ഥാപിക്കാനെടുത്ത കുഴിയിലാണ് കഴിഞ്ഞ ദിവസം രാത്രി ക്ഷേത്രത്തിനെത്തിയയാൾ വീണത്. ഇയാളെ ഉടനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവം അറിഞ്ഞ് വാർഡ് കൗൺസിലർ ശോഭ ഹരിനാരായണനും മറ്റ് BJP പ്രവർത്തകരും സ്ഥലത്തെത്തി. തുടർന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം ഇവിടെ ബാരിക്കേഡുകൾ സ്ഥാപിച്ചു. അമൃത് പദ്ധതിയുടെ ഭാഗമായി സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുവാൻ യാതൊരു സുരക്ഷയും ഇല്ലാതെയാണ് കുഴികൾ ഉണ്ടാക്കിയതെന്നും ഇത് അനാസ്ഥയാണെന്നും വാർഡ് കൗൺസിലർ ശോഭ ഹരിനാരായണൻ പറഞ്ഞു. ഗൃഹനാഥൻ മരിച്ച നിലയിൽ മരത്തങ്കോട് കിടങ്ങൂർ ഇല്ലപ്പറമ്പിൽ ബാലകൃഷ്ണനെയാണ് ബുധനാഴ്ച രാത്രി 11 മണിക്ക് വീടിനോട് ചേർന്നുള്ള പറമ്പിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 52 വയസ്സായിരുന്നു. സംസ്കാരം പോർക്കുളം ക്രിമിറ്റോറിയത്തിൽ നടന്നു. ഷീബ ഭാര്യയും കൃഷ്ണകൃപ എന്നിവർ മക്കളുമാണ്. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി പുന്ന അയ്യപ്പ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ രാമായണം സുന്ദരകാന്ഡം പ്രഭാഷണ യജ്ഞം നടത്തി. ആചാര്യ CP നായർ, മമ്മിയൂർ വിജയലക്ഷ്മി ടീച്ചർ എന്നിവർ ആചാര്യന്മാരായി. രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ നടന്ന യജ്ഞം അന്നദാനത്തോടെ സമാപിച്ചു. മോഹൻദാസ് ചേലനാട്ട്, MB സുധീർ, V പ്രേംകുമാർ, CK ബാലകൃഷ്ണൻ, EV ശശി, PC വേലായുധൻ, MT ഗിരീഷ്, ഗീത വിനോദ്, നളിനി ശിവരാമൻ, കൈപ്പുള്ളി സരസ്വതി എന്നിവർ നേതൃത്വം നൽകി. സുമുഖി കവനികടവുകിനെന്നോ വിശേഷങ്ങൾ സുന്ദരഗാത്രി ചൊല്ലിയിലയോ ചൊല്ലടോ. മനസ്സി ഭയമധികം ഇവനെ കണ്ടു ഞങ്ങൾക്കു മർക്കടാകാരം ധരിച്ചിരിക്കുന്നതും നിശിതമസി വരുവതിനു കാരണമെന്ന്. ടാർ ചെയ്ത് 1 മാസത്തിനകം തകർന്ന റോഡിൽ കടലാസ് വഞ്ചികൾ ഇറക്കി യൂത്ത് കോൺഗ്രസിന്റെ വേറിട്ട പ്രതിഷേധം. ടാറിംഗ് നടത്തി 1 മാസത്തിനുള്ളിൽ തകർന്ന ഒരുമനിയൂർ കുണ്ടുവക്കടവ് റോഡ് സഞ്ചാരയോഗ്യമാക്കുക എന്ന ആവശ്യം ഉന്നയിച്ചാണ് വേറിട്ട പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് ഒരുമനിയൂർ മണ്ഡലം കമ്മിറ്റി രംഗത്തെത്തിയത്. ഒരുമനിയൂർ പഞ്ചായത്ത് 7ാം വാർഡ് മെമ്പർ നസീർ മൂപ്പിൽ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അശ്വിൻ ചാക്കോ അധ്യക്ഷത വഹിച്ചു. ഹിഷാം കപ്പൽ, പ്രവീണ, സുകന്യ, മനു ആൻഡോ, ചാൾസ് ചാക്കോ, മുഹമ്മദ് റസൽ, കോൺഗ്രസ് നേതാക്കളായ PP നൌഷാദ്, EV ജോയ് തുടങ്ങിയവർ പങ്കെടുത്തു. VS അച്യുതാനന്ദന്റെ വേർപാടിൽ CPM ചാലിശ്ശേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി അനുശോചന യോഗവും മൗനജാഥയും നടന്നു. പാർട്ടിയുടെ മുതിർന്ന നേതാവും മുൻ MLAയുമായ TP കുഞ്ഞുണ്ണി ഉദ്ഘാടനം ചെയ്തു. KR വിജയമ്മ ടീച്ചർ, TM കുഞ്ഞുകുട്ടൻ, PR കുഞ്ഞുണ്ണി, വിവിധ പാർട്ടികളെ പ്രതിനിധീകരിച്ച സുനിൽകുമാർ, ബാലൻ മാസ്റ്റർ, യൂസഫ് പണിക്ക വീട്ടിൽ, KC കുഞ്ഞൻ തുടങ്ങിയ നേതാക്കൾ അനുശോചനം രേഖപ്പെടുത്തി. ചുമട്ട് തൊഴിലാളികൾ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, വ്യാപാരികൾ അടക്കമുള്ള നിരവധി പേർ പങ്കെടുത്തു. VSന്റെ വേർപാടിൽ പുത്തൻകടപ്പുറം GF UP സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും മൗന പ്രാർത്ഥന നടത്തി. സലിം മാസ്റ്റർ, SK പ്രിയ, MU അജിത, വിദ്യാർത്ഥി പ്രതിനിധി റിസ നസറിൻ എന്നിവർ അനുശോചന യോഗത്തിൽ സംസാരിച്ചു. VSന്റെ നിര്യാണത്തിൽ CPM മണലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി അനുശോചന യോഗം ചേർന്നു. പൂവത്തൂർ ബസ് സ്റ്റാൻഡിൽ നടന്ന യോഗത്തിൽ മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ അധ്യക്ഷനായി. മുരളി പെരുന്നല്ലി MLA, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസൻ, CPI മണലൂർ മണ്ഡലം സെക്രട്ടറി VR മനോജ്, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ സലാം എൻമനാട്, സർജു തോയക്കാവ്, അസ്കർ അലി തങ്ങൾ, മെജോ മാസ്റ്റർ, ഡൊമിനി റജീബ്, കവി ഡോക്ടർ C രാവുണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. സർ CP രാമസ്വാമിക്കെതിരെ നടന്ന ഐതിഹാസികമായ ആ പോരാട്ടത്തിൽ കൂടിയ മർദ്ദനം അനുഭവിക്കുന്നു. പിന്നെ ഒളിവിൽ പോകുന്നു. ഒളിവിൽ പോകുന്ന ആ സന്ദർഭത്തിൽ, ഒളിവിൽ കഴിഞ്ഞ ആ കാലഘട്ടത്തിലാണ് അത് എവിടെ പൂഞ്ഞാറിലാണ്. പൂഞ്ഞാറിൽ ഒളിവിൽ കഴിയുമ്പോഴാണ് പോലീസ് അദ്ദേഹത്തെ വീണ്ടും പിടികൂടി അതികഠിനമായ മർദ്ദനം. ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിലെ മൾട്ടിമീഡിയ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻസ് ഡിപ്പാർട്ട്മെന്റുകളുടെ അസോസിയേഷൻ ഉദ്ഘാടനവും ദേശീയ ശില്പശാലയും നടന്നു. കോളേജ് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങ് ഡെക്കാൻ ഹെറിറ്റേജ് ഫൗണ്ടേഷൻ മൈസൂരിലെ ഫോട്ടോഗ്രാഫറും ദൃശ്യകലാകാരനുമായ KR കൃഷ്ണരാജ് ഉദ്ഘാടനം ചെയ്തു. കോളേജ് വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ലൗലി ജേക്കബ് അധ്യക്ഷയായി. സിസ്റ്റർ ജിൻസ K ജോയ്, അൽജോ ജോസ് എന്നിവർ സംസാരിച്ചു. ജിത്തു ജോർജ്, VJ നിതിഷ, PS സുധീഷ, KP ഭാഗ്യ എന്നിവർ സംബന്ധിച്ചു. കർക്കിടക വാവിന്റെ ഭാഗമായി വിവിധ ക്ഷേത്രങ്ങളിൽ ബലിയിടൽ കർമ്മങ്ങൾ നടന്നു. വിശദാംശങ്ങളിലേക്ക്. ഗുരുവായൂർ ശ്രീ പെരുന്തട്ട ശിവക്ഷേത്രത്തിൽ ആചാര്യൻ രാമകൃഷ്ണൻ ഇളയത്ത് കാർമ്മികത്വം വഹിച്ചു. ബലിതർപ്പണത്തിൽ 1500-ൽ പരം പേർ പങ്കെടുത്തു. പാലഞ്ചേരി കുറിഞ്ചു ദേവസ്വങ്ങളുടെ നേതൃത്വത്തിൽ ചിറമനേങ്ങാട് കാലടി മനക്കത്താഴം കടവിൽ ആചാര്യൻ ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ കർമ്മങ്ങൾ നടന്നു. 500-ഓളം പേർ പങ്കെടുത്തു.
പാഴിയോട്ടുമുറി ശ്രീ പാറക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ 6 മണിക്ക് ആരംഭിച്ച ബലിതർപ്പണം 8 മണിയോടെ സമാപിച്ചു. ക്ഷേത്രത്തിൽ നടന്ന വിശേഷാൽ പൂജകൾക്ക് പൂജാരി TR ബിനീഷ് കാർമ്മികത്വം വഹിച്ചു. ബലിതർപ്പണത്തിന് രാജീവ് ശർമ്മ വെങ്കിടങ്ങ് മുഖ്യ കാർമ്മികനായി. നിരവധി ഭക്തർ പിതൃക്കൾക്ക് ബലിയർപ്പിച്ചു. വേലൂർ വടക്കുമുറി കണ്ടംകുളങ്ങര ശിവക്ഷേത്രത്തിൽ പാർലിക്കാട് ഗിരീഷ് സ്വാമി കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കർക്കിടകം 18 ഞായറാഴ്ച മഹാഗണപതി ഹോമം, 101 കുടം അഭിഷേകം എന്നിവ ഉണ്ടായിരിക്കും. ഗുരുവായൂർ പെരുന്തട്ട ശിവക്ഷേത്രകുള പരിസരത്ത് ആചാര്യൻ രാമകൃഷ്ണ ഇളയതിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പുലർച്ചെ 4-ന് ആരംഭിച്ച ചടങ്ങുകൾ രാവിലെ 9:30 വരെ നീണ്ടു. ബലിതർപ്പണത്തിന് ക്ഷേത്രകുള പരിസരത്ത് വിപുലമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയിരുന്നു. തിലഹോമം തുടങ്ങി അനുബന്ധ വഴിപാടുകളും ക്ഷേത്രത്തിൽ നടത്താനും അവസരമൊരുക്കിയിരുന്നു. ഭക്തർക്കായി ലഘുഭക്ഷണവും നൽകി. വിജയകുമാർ അകമ്പടി, രാജു ഇളയടത്ത്, ഹരി വടക്കൂട്ട്, P ഹരിനാരായണൻ, V ബാലകൃഷ്ണ മേനോൻ, K അരവിന്ദാക്ഷ മേനോൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. തൂവാനൂർ ശ്രീ പാലത്തും ഭഗവതി ക്ഷേത്രത്തിൽ ബലിതർപ്പണം പുലർച്ചെ 4 മണി മുതൽ ആരംഭിച്ചു. ചടങ്ങുകൾക്ക് സുരേഷ് ശാന്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രമേൽശാന്തി കാലകണ്ഠൻ വിബീഷ് ക്ഷേത്ര പൂജാതി കർമ്മങ്ങൾ നിർവഹിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് സുധീർ ചൂണ്ടൽ, സെക്രട്ടറി CG നിഖിൽ, ഓഫീസ് ചുമതലക്കാരനായ ഉണ്ണിനായർ, ദേവൻ കണിപ്പയ്യൂർ, രാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പെരുമ്പിലാവ് പുറവൂർ ശിവവിഷ്ണു ക്ഷേത്രത്തിലെ ചടങ്ങുകൾ പുലർച്ചെ 4 മണി മുതൽ ആരംഭിച്ചു. ചടങ്ങുകൾക്ക് തിരുനാനായ ഗോകുൽ നാരായണനിളയത് കാർമ്മികത്വം വഹിച്ചു. തർപ്പണശേഷം പിതൃമോക്ഷത്തിനായി നടത്തുന്ന തിലഹവനം, സായുജ്യപൂജ, കൂട്ടുഗണപതി ഹോമം എന്നീ പ്രത്യേക വഴിപാടുകളും ക്ഷേത്രത്തിൽ നടത്താനുള്ള സൗകര്യമൊരുക്കിയിരുന്നു. ക്ഷേത്രഭരണ സമിതി ഭാരവാഹികൾ നേതൃത്വം നൽകി. കൊരട്ടിക്കര വിഷ്ണു ഭഗവതി ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലി തർപ്പണത്തിന് 3 ജില്ലകളിൽ നിന്നായി 100 കണക്കിന് പേരെത്തി. അമാവാസി ദിനമായ വ്യാഴാഴ്ച പുലർച്ചെ 4 മണി മുതൽ ക്ഷേത്രം മേൽശാന്തി അനിൽകുമാർ മേപ്പറമ്പത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പിതൃമോക്ഷത്തിനായുള്ള തർപ്പണ ചടങ്ങുകൾ നടന്നത്. ബലിയിട്ടതിനു ശേഷം പിതൃത്വത്തിനു വേണ്ടി നടത്തുന്ന സായുജ്യ പൂജ, തിലഹവനം, താമരമാല ചാർത്തൽ, പാൽപായസ നിവേദ്യം എന്നീ പ്രത്യേക വഴിപാടുകളും ഉണ്ടായിരുന്നു. കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി 1 മുതൽ ആരംഭിച്ച ഔഷധക്കഞ്ഞി വിതരണം കർക്കിടകം 10 വരെ ക്ഷേത്രത്തിൽ ഉണ്ടായിരിക്കും. ചടങ്ങുകൾക്ക് ക്ഷേത്രഭരണ സമിതി, മാതൃസമിതി, താലക്കമ്മിറ്റി എന്നിവർ നേതൃത്വം നൽകി. അഗതിയൂർ കലശമലച്ചിറയിൽ ശിവവിഷ്ണു ക്ഷേത്രത്തിൽ കർക്കിടക വാവിനോടനുബന്ധിച്ച് മോഹനൻ നായരുടെ കാർമ്മികത്വത്തിൽ നടന്ന ബലികർമ്മങ്ങളിൽ 2000-ൽ പരം ഭക്തജനങ്ങൾ പങ്കെടുത്തു. തിലഹവനം, സായുജ്യപൂജ തുടങ്ങിയ വിശേഷാൽ പൂജകളും ഉണ്ടായിരുന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രം ഭാരവാഹികളായ ശശി വാസുദേവൻ, ബാലകൃഷ്ണൻ, പ്രദീപ് എന്നിവർ നേതൃത്വം നൽകി. കരിക്കാട് കാരുകുളം മഹാശിവവിഷ്ണു ക്ഷേത്രത്തിൽ വാവുബലി തർപ്പണത്തിൽ നിരവധി പേർ പങ്കെടുത്തു. പുലർച്ചെ 4 മണി മുതൽ തർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. ശാന്തി ജയേഷ് കോട്ടപ്പടി കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രത്തിൽ പിതൃമോക്ഷത്തിനായുള്ള പ്രത്യേക വഴിപാടുകളും ഉണ്ടായിരുന്നു. രാമായണ പാരായണ സമാപന ദിവസമായ ജൂലൈ 27-ന് തണ്ടങ്കാട്ടിൽ രുദ്രമാല ഭഗവതേ ക്ഷേത്രത്തിൽ നിന്ന് ശ്രീരാമ പട്ടാഭിഷേക ഘോഷയാത്രയും തുടർന്ന് അന്നദാനവും ഉണ്ടായിരിക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. പഴനി ചെറുതുരുത്തി തുപ്പേശ്വര മഹാദേവ ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലിക്ക് പിതൃതർപ്പണം ചെയ്യാൻ ആയിരങ്ങളെത്തി. ക്ഷേത്രത്തിൽ പുലർച്ചെ മുതൽ ബലിതർപ്പണം തുടങ്ങി. 2 സ്ഥലത്ത് പിതൃതർപ്പണത്തിന് സൗകര്യമൊരുക്കിയിരുന്നു. ഗുരുപ്രഭാശ്രമം സെക്രട്ടറി അമയാനന്ദ സ്വാമി, ക്ഷേത്രം ശാന്തിമാരായ സുമേഷ്, വേലായുധൻ എന്നിവരുടെ പ്രധാന കാർമ്മികത്വത്തിൽ തിലഹവനം, സായുജ്യ പൂജ എന്നീ വഴിപാടുകളും ക്ഷേത്രത്തിൽ നടന്നു. തർപ്പണശേഷം പ്രഭാത ഭക്ഷണം ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നു. കർക്കിടക വാവുബലിയോടനുബന്ധിച്ച് കടങ്ങോട് മല്ലൻകുഴി മലൻകാവിൽ തിലഹോമവും വിശേഷാൽ പൂജകളും നടന്നു. പുലർച്ചെ 5:30-ന് ഗണപതി ഹോമം നടന്നു. കാവിലെ പൂജകൾക്ക് മേൽശാന്തി ചെമ്മന്തിട്ട പ്രതീഷ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ബലിതർപ്പണ ചടങ്ങുകൾക്ക് സുധി ശാന്തി കാർമ്മികനായി. ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളായ KG സുധാകരൻ, ശശി പ്ലാച്ചേരി, KN മനു, പുതൂർ ബാലകൃഷ്ണൻ, OA തങ്ക, ലളിത ഉണ്ണികൃഷ്ണൻ, മണി, കുഞ്ഞുമണിയൻ എന്നിവർ നേതൃത്വം നൽകി. 1000-ലധികം ഭക്തർ പിതൃതർപ്പണം നടത്തി. കീരാലൂർ ശിവക്ഷേത്രത്തിൽ കർക്കിടക വാവുബലി തർപ്പണം നടത്തി. ഹരിതിരുമേനി തിരൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ രാവിലെ 5:30-ന് ചടങ്ങുകൾക്ക് തുടക്കമായി. കോട്ടപ്പുറം മണ്ണത്രിക്കോവ് ശിവക്ഷേത്രത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ മണ്ഡപത്തിൽ ഹോമകുണ്ഡം തയ്യാറാക്കി തിലഹോമം നടത്തി. ബലിതർപ്പണത്തിന് KA നടരാജൻ കാർമ്മികത്വം വഹിച്ചു. കടപ്പുറം മൂസ റോഡ് ഗാദരിയ മസ്ജിദിൽ എല്ലാ വ്യാഴാഴ്ചയും നടത്തിവരാറുള്ള നാരിയത്ത് സ്വലാത്ത് 46-ാം വാർഷികവും അന്നദാന വിതരണവും നടന്നു. പള്ളി ഇമാം സയ്യിദ് നൂറുദ്ദീൻ കോയ തങ്ങൾ പ്രാർത്ഥന നിർവഹിച്ചു. വൈകിട്ട് നടക്കുന്ന ദുആ മജ്ലിസിൽ മഹല്ല് ഖത്തീബ് ഹാരിസ് മനൂൻ ഫൈസി ലക്ഷദ്വീപ് മുഖ്യപ്രഭാഷണം നടത്തും. സയ്യുദ്ദീൻ കോയ തങ്ങൾ അൽ ബുഖാരി സുഹരി കാടാമ്പുഴ സ്വലാത്ത് ദുആ നേതൃത്വം നൽകും. ആറങ്ങാടി ഉപ്പാപ്പ പള്ളി ഖത്തീബ് റാഷിദ് ബാക്കവി മഞ്ചേരി, കോളനി റഹ്മാനിയ പള്ളി ഖത്തീബ് റിയാസ് ഫൈസി എന്നിവർ പങ്കെടുക്കും.
മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി MA ഗ്രാഫിക് ഡിസൈനിൽ ഗ്ലിൻസി സ്കറിയ 2ാം റാങ്ക് കരസ്ഥമാക്കി. പഴഞ്ഞി പുലിക്കോട്ടിൽ PV സ്കറിയാച്ചൻ ശോഭ ദമ്പതികളുടെ മകളാണ്. കോതമംഗലം എൽദോമാർ ബെസേലിയോസ് കോളേജിലാണ് പഠനം പൂർത്തിയാക്കിയത്. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9210 രൂപ, സ്വർണം പവന് 73,680 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 125 രൂപ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. പിതൃമോക്ഷ പുണ്യവുമായി കർക്കിടക വാവുബലി. പിതൃദോഷം അകറ്റുവാനും പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കുവാനുമായി ക്ഷേത്രങ്ങളിൽ നടന്ന ബലിയിടൽ ചടങ്ങുകൾ ഭക്തി നിർഭരം. ക്ഷേത്രങ്ങളിലും സ്നാനഘട്ടങ്ങളിലും ബലിയിടാനായി എത്തിയത് ആയിരങ്ങൾ. കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിനടുത്ത് തെരുവുനായ ആക്രമണം. 3 പേർക്ക് കടിയേറ്റു. കുന്നംകുളം ഗുരുവായൂർ റോഡിൽ നിന്ന് ഗാന്ധി ബിൽഡിംഗ് വഴി പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിയിലാണ് തെരുവുനായ്ക്കൾ വിഹരിക്കുന്നത്. നഗരസഭ സത്വര നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെ സാമൂഹിക മാധ്യമത്തിലൂടെ അധിക്ഷേപിച്ചുവെന്നാരോപിച്ച് അധ്യാപകനെതിരെ പോലീസിൽ പരാതി. ചാത്തന്നൂർ ഹൈസ്കൂളിലെ അധ്യാപകൻ KC വിപിനെതിരെ ഡിവൈഎഫ്ഐ കറുകപ്പുത്തൂർ മേഖലാ സെക്രട്ടറി TR കിഷോറാണ് ചാലിശ്ശേരി പോലീസിൽ പരാതി നൽകിയത്. ടാർ ചെയ്ത് 1 മാസത്തിനകം തകർന്ന റോഡിൽ കടലാസ് വഞ്ചികൾ ഇറക്കി യൂത്ത് കോൺഗ്രസിന്റെ വേറിട്ട പ്രതിഷേധം. ഒരുമനിയൂർ കുണ്ടുവക്കടവ് റോഡ് സഞ്ചാരയോഗ്യമാക്കുക എന്ന ആവശ്യമുന്നയിച്ച് യൂത്ത് കോൺഗ്രസ് ഒരുമനിയൂർ മണ്ഡലം കമ്മിറ്റിയാണ് വേറിട്ട പ്രതിഷേധം നടത്തിയത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.